ദേവയാനി ടീച്ചറെ, കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ സ്കൂളിലെത്തും. ആ, നിങ്ങളെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടാവണം. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ഉണ്ട്. ആ, എല്ലാം പറഞ്ഞ പോലെ. ശ്രീകലാമ്മയുടെ അമ്മായിയമ്മ സ്കൂളിൽ കാര്യമായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? എനിക്കൊന്നും അറിയില്ല. പക്ഷേ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. സ്കൂൾ ലൈവാക്കി എടുക്കാൻ തന്നെയാവും അമ്മ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ശ്രീലാമ്മ വന്നേ. ആ, ശരി ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. അമ്മ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മയ്ക്കിപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? സ്കൂളിലെ കാര്യങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ തട്ടിയും മുട്ടിയും പോവാനല്ലല്ലോ ആ സ്കൂൾ അവിടെ ഉള്ളത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയാക്കി എടുക്കണം. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അവളോട് വരാൻ പറഞ്ഞതേ ഞാനാ. ദേവൂട്ടി എന്റെ കൂടെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അല്ല മോളെ, നീ റെഡിയായില്ലേ? ഈ ഭസ്മ എല്ലാവരും മുമ്പിൽ വെച്ച് അവളെ തൊടിയിക്കണം. അപ്പൊ ഇവരുടെ പൈശാചിക ശക്തി പുറത്തു വരും. അങ്ങനെ സംഭവിച്ച ഈ വീട്ടിൽ പിന്നെ എന്റെ സ്ഥാനം റൂട്ട് ഔട്ട് ആയിരിക്കും. പക്ഷെ ഈ ഭസ്മ എങ്ങനെ തൊടിയിക്കും? ഇവളെ എന്തിനാ അമ്മേ സ്കൂളിൽ കൊണ്ടുപോകുന്നേ? അതുകൊണ്ട് എന്താ കുഴപ്പം? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവളും ഒന്ന് പഠിക്കട്ടെ. സന്ദീപിന്റെ ഭാര്യയല്ലേ? അതെ, അമ്മ എപ്പോഴും ഇവളെ സന്ദീപിന്റെ ഭാര്യ എന്ന് പറയണ്ട. ഞാൻ തീരുമാനിച്ച പ്രകാരം വ്രതം കഴിഞ്ഞ് ഇവരുടെ കല്യാണം നടക്കാതെ ഞാൻ ഇവളെ എന്റെ മോന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല. നീ അംഗീകരിച്ചാലേ ഇല്ലെങ്കിലും സാക്ഷാൽ മൂകാംബിക ദേവിയുടെ മുന്നിൽ വെച്ച് നിന്റെ മകൻ താലി ചാർത്തിയ പെണ്ണാ ദേവൂട്ടി. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ ഭാര്യ. ഈ ഉരിയാട പെണ്ണിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് മുത്തശ്ശിക്ക് എന്ത് കിട്ടാനാ? വർഷങ്ങളായി ആ സ്കൂള് നാഥനില്ല കളരിയായി കിടക്കുക. നിങ്ങൾക്കൊന്നും ഉരിയാടാൻ പറ്റാത്തിടത്ത് ഇവക്ക് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ വേഗം പോയി റെഡിയായിട്ട് വാ മോളെ. ദേവുമോളെ, പോവല്ലേ പോവല്ലേ. ദേവൂട്ടി സ്കൂളിൽ പോവാണോ? ആ, എന്തായാലും കൃത്യസമയത്താ ഞാൻ ക്ഷേത്രത്തിൽ നിന്നും വന്നത്. ഇത് പൂജിച്ച ഭസ്മ, തൊട്ടോളൂ. ദേവൂട്ടിക്ക് പിന്നെ വെച്ചടി കയറ്റായിരിക്കും. തൊട്ടോളൂ. എന്തെങ്കിലും അനുനയം പറഞ്ഞ് അവളെ കൊണ്ട് തൊടുവിക്കുകയും വേണം. ഈ ഭസ്മം തൊട്ട അവളുടെ ഉള്ളിലെ പൈശാചിക ശക്തി പോവോ സ്വാമി? പോവുകയില്ല. കൂടുതൽ ശക്തിയോടെ അത് മറന്നേക്കി പുറത്തു വരും. വരട്ടെ, പൈശാചിക ശക്തി പുറത്തു വരട്ടെ. കമ്മൗട്ട് പൈശാചിക ശക്തി. മേടം തൊട്ടോളൂ.
വർഷമോളെ തൊട്ടോളൂ. നിനക്കെന്താ ദൈവിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലേ വർഷേ? അല്പം ഭസ്മം തൊട്ടൂന്ന് വെച്ച് നിന്റെ മാനം കപ്പല് കയറുമൊന്നുമില്ല. ശരി. എന്റെ നെറ്റിയിൽ ഭസ്മം തൊടാൻ അവർക്ക് എന്താ അവകാശം? ഞാൻ ദൈവത്തെ ആരാധിച്ചാലും പിശാചിനെ തൊഴുതാലും അവർക്ക് എന്താ പ്രശ്നം? ബലം പ്രയോഗിച്ച് ഭസ്മം അടിക്കാൻ വന്നിരിക്കുകയാണ്. മേഡം, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ തറവാട്ടിലെ മനോരോഗി ദേവൂട്ടിയല്ല, അത് ഡിയറസ്റ്റ് വർഷമോളാ. കണ്ടില്ലേ, ഭസ്മം തൊട്ടപ്പോ ഉള്ളിലുള്ള പൈശാചിക ശക്തി പുറത്തു വന്നത്. നിങ്ങളെ കണ്ടില്ലേ മേഡം? ദേ, നീ എന്റെ വായിന്ന് വല്ലതും കേൾക്കാതെ പോ നോക്ക്. അവളുടെ ഒരു മനോരോഗി ദേവൂട്ടിക്ക് ഭസ്മണിയിക്കാൻ പോയിരിക്കുന്നു. വച്ചടി കേറ്റമാണത്രേ. എടി, നീ സത്യത്തിൽ അവളുടെ പക്ഷത്തോ എന്റെ പക്ഷത്തോ? അതെന്താ മേഡം അങ്ങനെ? മേഡത്തിന് ഇനി പൈശാചിക ശക്തി ഉണ്ടോന്നൊരു സംശയമുണ്ട്. അയ്യോ, ഡാഡി അറിഞ്ഞില്ലേ, സ്കൂളിൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ പോവാ ശ്രീകലാമ്മയുടെ അമ്മായിയമ്മ. വയസ്സാം കാലത്ത് ആ തള്ള ഉറഞ്ഞിറങ്ങിയിരിക്കുക. പാരമ്പര്യമായി കിട്ടിയ പള്ളിക്കൂടം വിശാലമാക്കി എടുക്കാൻ. ഡാഡി എന്തിനാ ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പോകുന്നേ? സ്കൂളിലെ മാനേജർ ശ്രീകലാമ്മയല്ലേ? ടെക്നിക്കലി മാനേജർ ശ്രീകലയാണെങ്കിലും സ്കൂളിന്റെ ഉടമസ്ഥാവകാശം ആ തള്ളയ്ക്ക. രാജവംശത്തിൽ നിന്ന് പാരമ്പര്യമായി പതിച്ചു കിട്ടിയ ആ പൊളിഞ്ഞ പള്ളിക്കൂടവും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ എന്റെ പാർട്ട്ണറോട് പറഞ്ഞ് അവിടെ ഒരു മാള് പണിയാനുള്ള ശ്രമത്തിലായിരുന്നു.